പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകർക്ക് ഈ ഡെയിലി മിറർ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ മുമ്പൊരിക്കൽ ഒരു എപ്പിസോഡിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഇറക്കിയ അമോരിസ് ലെത്തീത്സിയ എന്ന് പറയുന്ന ആ ഗ്രന്ഥം, അതായത് പരിശുദ്ധ പിതാവ് റോമൻ സിനഡിന് ശേഷം ഇറക്കിയ ഒരു അപ്പസ്തോലിക പ്രബോധനമാണത്, അല്ലെങ്കിൽ അപ്പസ്തോലിക ഉപദേശം. അത് കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചാണ്. നിങ്ങൾക്കറിയാം, ഈ അടുത്ത കാലത്ത് റോമിൽ നടന്ന 2 സിനഡുകളുണ്ടായിരുന്നു. ആ സിനഡ് രണ്ടും കുടുംബങ്ങളുടെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്തത്. അതിൻ്റെ അവസാനം പരിശുദ്ധ പിതാവ് ഇറക്കിയ ഒരു അപ്പസ്തോലിക പ്രബോധനം അല്ലെങ്കിൽ ഉപദേശമാണത്. ഈ സിനഡ് തുടങ്ങുന്നതിന് മുമ്പ് പലരും വിചാരിച്ച് പരിശുദ്ധ പിതാവ് കത്തോലിക്കാ സഭയുടെ കുടുംബത്തെ സംബന്ധിച്ചുള്ള എല്ലാ പ്രബോധനങ്ങളും, അല്ലെങ്കിൽ ചില പ്രബോധനങ്ങളെങ്കിലും മാറ്റിമറിക്കാൻ പോവുകയാണ്. അതേക്കുറിച്ചൊക്കെ മാധ്യമങ്ങൾ വലിയ ചർച്ചയുണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം, പരിശുദ്ധ പിതാവിൻ്റെ ഒരു കാഴ്ചപ്പാട് ഈ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതുപോലെ ആയിരുന്നില്ല. പരിശുദ്ധ പിതാവ് പെട്ടെന്ന് നിയമങ്ങൾ മാറ്റുകയോ പ്രബോധനങ്ങൾ മാറ്റുകയോ അല്ല ചെയ്തത്. പ്രത്യുത ഈ നിയമങ്ങൾക്കും പ്രബോധനങ്ങൾക്കും, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യേണ്ടവർ സ്വീകരിക്കേണ്ട ഒരു പുതിയ മനോഭാവത്തെക്കുറിച്ചാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഇതുവരെയും ഇതിനെ കണ്ടിരുന്ന മനോഭാവത്തിൽ സ്വീകരിച്ചിരുന്ന ശൈലിയിൽ, സമീപന ശൈലികളിൽ ചില കുറവുകളുണ്ട്. അത് മാറ്റണമെന്നാണ് പറഞ്ഞത്. അത് എല്ലാവർക്കും, കുടുംബജീവിതക്കാർക്കും അതുപോലെ സഭയുടെ നേതൃത്വത്തിലുള്ളവർക്കുമെല്ലാം പാപ്പ കൊടുക്കുന്ന ഉപദേശമാണ്. മാത്രമല്ല, ഈ നേതൃത്വത്തിലുള്ളവർ അവരെ പരിശീലന കാലഘട്ടത്തിൽ പോലും വൈദികരുടെയും സന്യസ്തരുടെയും ഒക്കെ കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശീലനം, ഈ ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും മറ്റെല്ലാം പഠിക്കുമ്പോഴും അതെന്തിനു വേണ്ടിയിട്ടാണ്? അതിപ്രകാരം അടിസ്ഥാനപരമായി ഈ കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചും അവയെ ശരിയായ രീതിയിൽ രൂപീകരിക്കാനൊക്കെ വേണ്ടിയുള്ളതാണ്. അവയിലൂടെയാണ് സഭ മുന്നോട്ട് പോകേണ്ടത് എന്നൊരു വലിയ കാഴ്ചപ്പാട് ഉണ്ടാക്കിക്കൊടുക്കും. ഇതാണ് മാർപ്പാപ്പയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് വിവാഹമോചനം നടത്തിയവരെക്കുറിച്ച് പറയുമ്പോൾ പാപ്പ പറയുന്നത് ആ കത്തോലിക്കാ സഭയുടെ പ്രബോധനം മാറ്റുന്നെന്നുള്ളതല്ല. പ്രത്യുത ഇങ്ങനെയുള്ളവരോട് സഭ എടുക്കേണ്ട, സഭാ നേതൃത്വം എടുക്കേണ്ട മനോഭാവങ്ങൾ എന്തായിരിക്കണം, അതിനെക്കുറിച്ചാണ് പാപ്പ പറയുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണെന്ന് പറഞ്ഞാൽ, ഇതുവരെയും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, പ്രത്യേകിച്ച് കുടുംബജീവിതത്തെ, വിവാഹത്തെ ഒരു ആദർശത്തോടുകൂടി ആദർശത്തിൽ അവതരിപ്പിക്കുകയാണ്. ആദർശപരമായിട്ടിതാണ്. ഈ പ്രായോഗികമായിട്ട് വരുമ്പോൾ ഈ ആദർശവും പ്രായോഗികവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ അന്തരമുണ്ട്. ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇതാണ് മാർപ്പാപ്പയുടെ വിഷയം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഈ 4ഉം 5ഉം അധ്യായങ്ങളാണ് ഈ രേഖയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന്. കാരണം അതാണ് എൻ്റെ കാതൽ. ആ 4ാമത്തെ അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞത്. സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. 1-ാം ലേഖനം 13-ാം അധ്യായത്തിൽ പൗലോസ് സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. ആ സ്നേഹം എങ്ങനെയുള്ളതാണ്? അത്തരത്തിലുള്ളൊരു സ്നേഹമാണ് കുടുംബജീവിതത്തിൽ വേണ്ടത് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. ആ സ്നേഹമുണ്ടെങ്കിൽ കുടുംബജീവിതം വിജയിക്കുകയുള്ളൂ, അത് ക്രൈസ്തവമാവുകയുള്ളൂ. ഇവിടെ ആദ്യം നമ്മൾ അന്ന് പറഞ്ഞത് സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്. എന്താണത്? കോപിക്കാതിരിക്കുന്ന സ്നേഹം, കരുണയോടുകൂടി നോക്കിക്കാണുന്ന സ്നേഹം, അതാണ് ദീർഘക്ഷമയുള്ള സ്നേഹം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ ദയയുള്ള സ്നേഹം. പൗലോസ്ലീഹ പറയുന്നത് സ്നേഹം ദയയുള്ളതാണ്. എന്താണ് സ്നേഹം ദയയുള്ളതാണ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? അതേക്കുറിച്ച് നമുക്ക് ഈ രേഖയുടെ 93-ാമത്തെ അധ്യായം നമ്പർ വായിക്കാം. വിശുദ്ധ പൗലോസ് ഉപയോഗിക്കുന്ന അടുത്ത വാക്ക് ക്രിസ്തുവെത്തായി എന്നാണ്. ബൈബിളിലാകെ ഇവിടെ മാത്രമാണ് ഈ പദം പ്രയോഗിച്ചിട്ടുള്ളത്. ക്രിസ്തോസ് എന്നതിൽ നിന്നുണ്ടായ പദമാണിത്. നല്ല മനുഷ്യൻ, തൻ്റെ പ്രവൃത്തികൾ വഴി നന്മ കാണിക്കുന്നവൻ എന്നിങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ കൃത്യമായി മുമ്പ് പ്രയോഗിച്ച പദത്തോടുള്ള നിശ്ചിതമായ സമാനതയനുസരിച്ച്
ഇതൊരു പൂരകമായി നിലകൊള്ളുന്നു. അതായത് സ്നേഹം ദീർഘക്ഷമയുള്ളതാണ് എന്ന് പറഞ്ഞതിനോടുള്ള ഒരു പൂരകം, അതിനോട് കൂട്ടിച്ചേർക്കുന്നതാണ്, അല്ലെങ്കിൽ അതിനെ പൂർത്തിയാക്കുന്നതാണ് എന്നാണ് പറയുന്നത്. ക്ഷമാശീലം എന്നത് തികച്ചും നിഷ്ക്രിയമായ മനോഭാവം അല്ലെന്നും പ്രവർത്തനത്തോടും മറ്റുള്ളവരോടുമായുള്ള ഊർജ്ജസ്വലവും സർഗാത്മകവുമായ പരസ്പര ബന്ധത്തോടും കൂടിയതാണെന്ന് വ്യക്തമാക്കാൻ പൗലോസ്ലീഹ ആഗ്രഹിക്കുന്നു. സ്നേഹം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുകയും സഹായിക്കുകയും ചെയ്യുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഇക്കാരണത്താൽ ഇത് ദയ എന്ന് വിവർത്തനം ചെയ്യപ്പെടുന്നു. സഹായകമാകാൻ എപ്പോഴും തയ്യാറാണ് സ്നേഹം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധത്തിൽ രണ്ട് ചെറുപ്പക്കാർ പറയുകയാണ്, എനിക്ക് സ്നേഹമാണ് ഇവളോട്, എനിക്ക് സ്നേഹമാണ് ഇവനോട്, ഞങ്ങൾ പരസ്പരം സ്നേഹബദ്ധരാണ് എന്ന് പറയുമ്പോൾ ചോദ്യം ഇതാണ്: ഈ പറയുന്ന രീതിയിൽ ദീർഘക്ഷമയോടുകൂടി പെരുമാറാൻ തയ്യാറാണോ? അതായത് പരസ്പരം കോപിക്കാതിരിക്കാൻ തയ്യാറാണോ? അതുപോലെ തന്നെ ഇപ്രകാരം കരുണ കാണിക്കാൻ തയ്യാറാണോ? വളരെ കടുപ്പമേറിയ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്രകാരം സ്നേഹത്തിലായിരുന്നു 2 പേര്. പെൺകുട്ടി വേറൊരു ആൺകുട്ടിയുടെ കൂടെ പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ അവർ തിരിച്ചു വരുന്നു. എനിക്ക് തെറ്റിപ്പോയി, ഞാൻ നിന്നെ തന്നെയാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ആൺകുട്ടി അപ്പോൾ ക്ഷമിക്കുമോ? കരുണ കാണിക്കുമോ? വീണ്ടും അവളോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുമോ? അല്ലെങ്കിൽ താല്പര്യം കാണിക്കുമോ? ഈ ചോദ്യത്തിനാണ് ഉത്തരം പറയേണ്ടത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ ദയയെ കൊണ്ടുവരുന്നത്. ദയ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനായിട്ട് സഹായിക്കുന്നൊരു മനസ്ഥിതിയാണ്. സ്നേഹം ദയുള്ളതാണെന്ന് പറയുമ്പോൾ അർത്ഥം ഇങ്ങനെ പരസ്പരം സ്നേഹിക്കുന്നവർ മറ്റേ വ്യക്തിക്ക് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കാൻ മനസ്സാകുന്നു. എൻ്റെ സ്വന്തം ആവശ്യങ്ങളെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് പോലും ആ മറ്റേ വ്യക്തിയെ സഹായിക്കാൻ ഞാൻ തയ്യാറാകുന്നു. ഇതാണ് യഥാർത്ഥത്തിലുള്ള പൗലോസ് ഉദ്ദേശിക്കുന്ന സ്നേഹം. അതാണ് സ്നേഹം ദയയുള്ളതാണെന്ന് പറയും. ദയയുള്ളതെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കുക, നല്ല മനുഷ്യൻ തൻ്റെ പ്രവൃത്തികൾ വഴി നന്മ കാണിക്കുന്നവൻ എന്നാണ് ഈ ക്രിസ്തോസ് എന്ന് പറയുന്ന വാക്കിനർത്ഥം. അപ്പോൾ നല്ല മനുഷ്യനായിരിക്കുക, മറ്റുള്ളവരുടെ ദയ കാണിക്കുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. ഇങ്ങനെ ഇല്ലാത്ത ഒരു സ്നേഹമല്ല. അങ്ങനെയുള്ളൊരു സ്നേഹത്തെ സ്നേഹമെന്ന് ക്രൈസ്തവ വിശ്വാസികൾ വിളിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇന്നത്തെ ലോകത്തിൽ പലപ്പോഴും സ്നേഹമെന്ന് 2 പേർ പറയുമ്പോൾ ഇത്തരത്തിലുള്ളൊരു സ്നേഹം അർത്ഥമാക്കുന്നില്ല. അതാണ് വൈവാഹിക ജീവിതത്തിൻ്റെ ഒരു വെല്ലുവിളി, ഒരു ക്രൈസിസ്, ഒരു പ്രതിസന്ധി. അതാണ്. ഇനി ഇപ്രകാരം സ്നേഹമാണ് എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കുന്ന 2 പേര് 1 കൊല്ലത്തിനുള്ളിൽ പിരിഞ്ഞു പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്തിലുള്ള പ്രത്യേകിച്ച് സിനിമാ ലോകത്തിലൊക്കെ 6, 7, 8 കല്യാണം കഴിച്ചവർ വലിയ സ്നേഹമാണ് എന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചു, 2 കൊല്ലത്തിനുള്ളിൽ പിരിഞ്ഞു പോകുന്നു. മക്കളും കാണും ചിലപ്പോൾ. ഇന്ന് അവിടെയൊക്കെ ഈ സിംഗിൾ പേരൻസ് എന്ന് പറഞ്ഞാൽ ഭാര്യയോ ഭർത്താവോ തനിയെ താമസിക്കുന്നത് ധാരാളമുണ്ട്. പരസ്പരം അവർ പിരിഞ്ഞിട്ട് പലപ്പോഴും നമുക്ക് തെറ്റിദ്ധാരണ ഉളവാകുന്ന രീതിയിലുള്ള പുസ്തകങ്ങൾ പോലും കാണാം. അതായത് ചില മനഃശാസ്ത്ര പുസ്തകങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ വളരെ നോർമലായിട്ട് അവതരിപ്പിക്കും. അവിടുത്തെ രീതിയിൽ അത് വളരെ നോർമലാണ്. അവിടെ ഇപ്പോൾ കൗൺസിലിങ്ങിനൊക്കെ പോയാൽ ഈ അപകടമുണ്ട്. അതായത് ഇങ്ങനെയുള്ളൊരു കേസുമായിട്ട് ചെന്നാൽ ഒരുപക്ഷെ കൗൺസിലർ ആദ്യം പറയുക, നിങ്ങൾ പരസ്പരം ഡൈവോഴ്സ് നടത്താനാണ് പറയുക. നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ അമേരിക്കയിൽ ഒരുപക്ഷെ പഠിച്ചു വന്നിട്ട് ഇവിടെ അത് പറഞ്ഞെന്ന് വരാം ആരെങ്കിലുമൊക്കെ. അതുപോലെ അവിടെയുള്ളവർ അവിടുത്തെ ക്രൈസ്തവരോട് ഇത് പറഞ്ഞെന്ന് വരാം. ഇത് അപകടകരമായൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇങ്ങനെ ഈ ദയ കാണിക്കാനായിട്ട്, നല്ല മനുഷ്യരായിരിക്കാൻ, പരസ്പരം സഹായിക്കാൻ, ഉപകാരം ചെയ്യാൻ മനസ്സുണ്ടോ? ആ ഉപകാരം എത്രമാത്രം ചെയ്യും, എവിടം വരെ പോകും? ഇതെല്ലാം ഈ സ്നേഹത്തിൻ്റെ മാനങ്ങൾ, സ്നേഹത്തിൻ്റെ ആഴവും പരപ്പുമൊക്കെ അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങളാണ്. അപ്പോൾ സ്നേഹം ദയുള്ളതാണെന്ന് പറയുമ്പോൾ ഈ ഉപകാരം ചെയ്യാനായിട്ട് ഉള്ള മനസ്സ്, ക്ഷമിക്കാനായിട്ടുള്ള മനസ്സ്. ഭാര്യയും ഭർത്താവും തെറ്റ് ചെയ്യാത്തവരാരാ ഉള്ളത്? അപ്പോൾ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയുമ്പോൾ
അതിനെ സ്വീകരിക്കാനായിട്ട് പരസ്പരം മനസ്സാകുമോ? അങ്ങനെയാകുമ്പോൾ ആ സ്നേഹം ദയയുള്ളതാണ് നമ്മൾ പറയും. സ്നേഹം കേവലം വികാരത്തേക്കാൾ കൂടിയതാണെന്ന് ഊന്നിപ്പറയാൻ പൗലോസ്ലീഹ ആഗ്രഹിക്കുന്നുവെന്ന് വചനഭാഗം മുഴുവനിൽ നിന്ന് വ്യക്തമാണ്. സ്നേഹിക്കുക എന്ന ഹീബ്രു ക്രിയാപദത്തിൻ്റെ അർത്ഥമനുസരിച്ച് അത് മനസ്സിലാക്കണം. നന്മ ചെയ്യുക എന്നാണ് അതിനർത്ഥം. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള പറഞ്ഞതുപോലെ സ്നേഹം വാക്കുകളേക്കാൾ കൂടുതലായി പ്രവൃത്തികളിൽ കാണിക്കപ്പെടുന്നു. അപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഈ ഹീബ്രു ഭാഷയിൽ അതിൻ്റെ ധാതുരൂപത്തിൽ നന്മ ചെയ്യുക എന്നാണ് അർത്ഥം. അതായത് നന്മ ചെയ്യുക എന്നുള്ള ആ ഒരു ധാതുരൂപത്തിൽ നിന്നാണ് ഇപ്രകാരം സ്നേഹിക്കുക എന്നുള്ള പദം വരുന്നത്. അത് ഉപയോഗം കൊണ്ട് അർത്ഥം മാറിപ്പോയതാണ്. നമുക്കറിയാം, ഓരോ പദവും ഉത്ഭവിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, സന്ദർഭമുണ്ട്, അർത്ഥമുണ്ട്. കുറേ കഴിയുമ്പോൾ അർത്ഥം മാറിപ്പോകുന്ന ഉപയോഗം കൊണ്ട്. നമ്മളിപ്പോൾ സാധാരണ പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടായിരുന്ന സിനിമ? അടിപൊളി. അടിപൊളിയെന്ന് നമ്മുടെ വല്യപ്പനോട് എന്ന് പറഞ്ഞാൽ അപ്പൻ വാ വിളിക്കും, അല്ലേ? അപ്പനത് മനസ്സിലാകുകയില്ല. അല്ലെങ്കിൽ പറയുകയാണ് കലക്കി. അപ്പോഴും അപ്പൻ കണ്ടിട്ടുള്ളത് വെള്ളം കലക്കിയൊക്കെ മീൻ പിടിച്ചത് കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അപ്പനോട് കലക്കി എന്ന് പറഞ്ഞാൽ അപ്പന് മനസ്സിലാവണമെന്നില്ല. ഇതുപോലെ ഈ സ്നേഹത്തിൻ്റെ അർത്ഥം മാറിപ്പോയി. ഞങ്ങൾ സ്നേഹിക്കുന്നു, പക്ഷേ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടുപേർക്കൊരു ഇഷ്ടം തോന്നുന്നു, നാളെ തോന്നാതിരിക്കാം. അപ്പോൾ വെറും തോന്നലിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു വികാരം. അതുകൊണ്ടാണ് വികാരത്തേക്കാൾ ഇത് പ്രവൃത്തിയാണ് സൂചിപ്പിക്കുന്നത്. സ്നേഹം എന്നത് വികാരത്തേക്കാൾ ഉപരിയായിട്ട്, തോന്നലിനേക്കാൾ ഉപരിയായിട്ട് അത് പ്രവൃത്തിയാണ്. അപ്പോൾ നമ്മൾ ആ ഹീബ്രു മൂലത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം സ്നേഹത്തെ മനസ്സിലാക്കുവാനായിട്ട്. ഇങ്ങനെ മനസ്സിലാക്കുമ്പോഴാണത് യഥാർത്ഥത്തിൽ ഈ കുടുംബജീവിതത്തിൽ സ്ഥായിയായ ഒരവസ്ഥയിലേക്ക് അതിനെ കൊണ്ടെത്തിക്കുക. ഭാര്യയ്ക്കും ഭർത്താവിനും കല്യാണം കഴിച്ച് വരുന്ന അവസരങ്ങളിൽ ഭയങ്കര വല്ലാത്ത സ്നേഹമായിരിക്കും. അതൊരു തോന്നലാണ്, ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു വികാരമാണത്. പക്ഷേ അത് നീണ്ടു നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. നീണ്ടു നിൽക്കാനായിട്ട് ഇടവരുമ്പോഴാണ് അതിന് യഥാർത്ഥ സ്നേഹമെന്ന് വിളിക്കാനായിട്ട് കഴിയുക. അപ്പോൾ സ്നേഹം വാക്കുകളേക്കാൾ കൂടുതലായി പ്രവൃത്തികളിൽ കാണിക്കപ്പെടുന്നു എന്നാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള പറയുന്നത്. അതായത് ഈ സ്നേഹമെന്നത് പ്രവൃത്തികളാൽ കാണിക്കപ്പെടേണ്ടതാണ്. മറ്റ് രാജ്യങ്ങളിലുള്ളവർക്കറിയാം, നിങ്ങളുടെയൊക്കെ നാടുകളിൽ ഈ അവിടെയുള്ളവർ, നമ്മുടെ ഇന്ത്യക്കാരല്ല, അവർ ഭർത്താവ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വൈകുന്നേരം ഒരു പൂവെങ്കിലും വാങ്ങിച്ചുകൊണ്ട് ചെല്ലും. കാരണം എന്താണ്? ഭാര്യയെ താൻ സ്നേഹിക്കുന്നു എന്നതിനുള്ള ഒരടയാളമാണത്. അത് അവരുടെ ഒരു ആചാരമാണ്. അപ്പോൾ ഭാര്യയ്ക്ക് സന്തോഷമായി. ചുരുക്കത്തിൽ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പ്രവൃത്തികളിലൂടെയാണ് ആ സ്നേഹം പ്രകടമാകുന്നത്. നേരെ മറിച്ച് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ആണെങ്കിൽ ഭർത്താവ് ഭാര്യയെ ഒന്ന് സഹായിച്ചു നോക്കുക അടുക്കളയിൽ, അല്ലെങ്കിൽ കുട്ടിയെ ഒന്ന് കുളിപ്പിക്കാൻ സഹായിച്ചു നോക്കുക. അവളത് നാട് മുഴുവൻ പറയും, എൻ്റെ ഭർത്താവ് നല്ല നാന്തര സ്നേഹമുള്ള വ്യക്തിയാണ്. ഒന്നും പറയണമെന്നില്ല. കുട്ടിയെ ഒന്ന് കുളിപ്പിച്ച് ഇച്ചിരി പൗഡറൊക്കെ ഇടിയിച്ച് ഉടുപ്പൊക്കെ ഇടിയിച്ച് ഉറക്കിയാൽ മതി. അല്ലെ പാല് കലക്കി വെച്ചിരിക്കുന്നതെടുത്ത് ആ കുപ്പിയിൽ എടുത്ത് കൊടുത്താൽ മതി. ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇവളോടൊന്നും പറയാതെ തന്നെ ഇവൾക്ക് മനസ്സിലാകും അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നു. അതാണ് ഇഗ്നേഷ്യസ് ലയോള പറയുന്നത്. അത് ഈ സ്നേഹം എന്ന് പറയുന്നൊരു വികാരത്തെക്കാൾ ഉപരി, ഒരു തോന്നലിനേക്കാൾ ഉപരി അത് പ്രവൃത്തിയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രവൃത്തികളിലേക്ക് കുടുംബത്തിലെ സ്നേഹം നയിക്കണം. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഭാര്യ ഭർത്താവിന് വേണ്ടി ചിലപ്പോൾ തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ മറന്നിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം ഇത് തന്നെയാണ്, തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ മാറ്റിവെച്ചിട്ട് അവൾക്കിഷ്ടങ്ങൾ ചെയ്തു കൊടുക്കുക. അതുപോലെ വീട്ടിലെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് അവിടെ ആ സ്നേഹം യഥാർത്ഥത്തിലുള്ള സ്നേഹമായിട്ട് മാറുന്നത്. നൽകുന്നതിൻ്റെ സന്തോഷം അനുഭവിക്കാൻ തിരിച്ചു തരാൻ ചോദിക്കാതെ നൽകുന്നതിൻ്റെയും സേവിക്കുന്നതിൻ്റെയും സന്തോഷത്തിനു വേണ്ടി മാത്രം നമ്മെ തന്നെ ഉദാരതയോടെ ചെലവഴിക്കുന്നതിൻ്റെ കുലീനതയും മഹത്വവും അനുഭവിക്കാൻ അതനുവദിക്കുന്നു. ഇങ്ങനെ നമുക്കുള്ളപ്പോഴാണ് പിന്നെ നമ്മൾ പറയാലോ, അവനെ ഞാൻ 10 മാസം ചുവന്നുകൊണ്ട് നടന്നതാ, ഇപ്പം അവൻ എന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ ഈ 10 മാസം ചുവന്നുകൊണ്ട് നടന്നത് എന്നെ വേണമെന്ന് അവന് തോന്നാൻ വേണ്ടിയാണോ? അല്ല, ദൈവം എനിക്ക് തന്ന ഒരു കുഞ്ഞാണത്.
അതിനെ ഞാൻ ഈ ഭൂമിയിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വളർത്തണം. ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയാകണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അത് ഞാൻ ചെയ്തു. ആ ഞാൻ ചെയ്ത സൃഷ്ടികർമ്മം അല്ലെങ്കിൽ ആ പങ്കാളിത്തം അത് ഇനിയും എനിക്ക് നിർവഹിക്കാനുണ്ട്. ഞാൻ ഇനിയും അത് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇവൻ എന്തെങ്കിലും എനിക്ക് ചെയ്തു തരാൻ വേണ്ടിയിട്ടല്ല. പ്രത്യുത എന്താണ് ഈ പറയുന്നത്? വെറുതെ തിരിച്ചു തരാൻ ചോദിക്കാതെ നൽകുന്നതിൻ്റെയും സേവിക്കുന്നതിൻ്റെയും സന്തോഷത്തിന് വേണ്ടി മാത്രം നമ്മെ തന്നെ ഉദാരതയോടെ ചെലവഴിക്കുന്നതിൻ്റെ കുലീനതയും മഹത്വവും അനുഭവിക്കാൻ അത് അനുവദിക്കുന്നു. നമ്മെ തന്നെ ചിലവഴിക്കുന്നതിൻ്റെ കുലീനത എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കുലീനത എന്ന് പറഞ്ഞൊരു ആഭിജാത്യം, കുടുംബമഹിമ എന്നൊക്കെ നമ്മൾ പറയും. അതായത് എനിക്ക് കുടുംബമഹിമയുണ്ടെങ്കിൽ ചില വാക്കുകൾ ഞാൻ പറയില്ല, ചില കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ ചീത്ത വാക്കുകൾ ഉപയോഗിക്കില്ല. എൻ്റെ കുടുംബമഹിമ എനിക്കുണ്ട്. അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയല്ല. നേരെ മറിച്ച് അങ്ങനെ ഇല്ലാത്തവർ അതൊക്കെ പറഞ്ഞെന്ന് വരും. അതുകൊണ്ട് ഈ സേവിക്കുന്നതിൻ്റെ തരാൻ ചോദിക്കാതെ നൽകുന്നതിൻ്റെയും സേവിക്കുന്നതിൻ്റെയും സന്തോഷത്തിന് വേണ്ടി മാത്രം നമ്മെ തന്നെ ഉദാരതയോടെ ചെലവഴിക്കുന്നതിൻ്റെ കുലീനതയും മഹത്വവും അനുഭവിക്കാൻ അത് അനുവദിക്കുന്നു. അപ്പോൾ ഈ കുലീനത നമുക്കുണ്ടാവണം. എന്ത് കുലീനത? നമ്മെ തന്നെ ഉദാരതയോടെ ചെലവഴിക്കാൻ. അതൊരു കുലീനതയാണ്. ഈ കുലീനത സ്വാർത്ഥതയുള്ളവർക്ക് ഒരിക്കലും സാധ്യമല്ല. ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കാത്തവർക്ക് സാധ്യമല്ല. നല്ല മനുഷ്യൻ നന്മ ചെയ്യുന്നവൻ എന്നാണ് ഇതിനർത്ഥം. അതുപോലെ തന്നെ നന്മ ചെയ്യുക എന്നാണ് ഇതിൻ്റെ ഹീബ്രു ഭാഷയിലുള്ള അർത്ഥം. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഈ സ്നേഹം യഥാർത്ഥത്തിൽ അത് ഒരു കുലീനതയും മഹത്വം അനുഭവിക്കാൻ നമ്മളെ അനുവദിക്കുക. നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ പറ്റും. അതൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുമ്പോൾ അത് വലിയൊരു കുലീനതയായിട്ട് മാറും. വീണ്ടും സ്നേഹം അസൂയപ്പെടുന്നില്ല എന്ന് പറയുന്നു. സ്നേഹം അസൂയപ്പെടുന്നില്ല. എന്താണ് ഈ അസൂയ എന്ന് പറയുന്നത്? അതേക്കുറിച്ച് ഇതിൻ്റെ 95 നമ്പറിൽ ഇങ്ങനെയാണ് പറയുന്നത്. സെലോയ് എന്ന ക്രിയ കൊണ്ട്, അതായത് ഗ്രീക്ക് ഭാഷയിലുള്ള വാക്കാണ്, എന്ന ക്രിയ കൊണ്ട് പ്രകടിപ്പിക്കപ്പെടുന്ന അസൂയ ആലുവാകുക എന്ന മനോഭാവത്തെ പൗലോസ്ലീഹ സ്നേഹത്തിന് വിരുദ്ധമായി തള്ളിക്കളയുന്നു. മറ്റൊരുവൻ്റെ സൗഭാഗ്യം സംബന്ധിച്ച് സ്നേഹത്തിൽ പരിഭവത്തിന് സ്ഥാനമില്ലെന്നാണ് ഇതിനർത്ഥം. അതായത് ഈ സ്നേഹത്തിൻ്റെ വിരുദ്ധ ഭാവമാണ് അസൂയ എന്ന് പറയുന്നത്. മറ്റൊരാൾക്ക് നന്മ വന്നു കഴിയുമ്പോൾ അതിൽ നമുക്ക് വിഷമം തോന്നുക, ആ അവസ്ഥയാണ് ഈ അസൂയ എന്ന് പറയുന്നത്. അയലോക്കത്തിന് നല്ല കാറ് വാങ്ങിച്ചപ്പോൾ അങ്ങോട്ട് ചെന്ന് നോക്കി പതുക്കെ കർട്ടനൊന്ന് മാറ്റി നോക്കിയപ്പോൾ നല്ല മനോഹരമായ സുന്ദരമായ ഒരു കാറ് കിടക്കുന്നു. അതേ കൈക്കൂലി കൊടുത്തിട്ടുള്ള മേടിച്ചിട്ടുള്ള കാശാണേ. ഒന്നും അറിയാതെ പറയുകയാണ്. അല്ലെങ്കിൽ പറയും അതെങ്ങാണ്ട് കടമെടുത്ത് പറമ്പെങ്ങാണ്ട് പണയം വെച്ചെടുത്ത കാശാ. നമ്മളിതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. എന്തുകൊണ്ടാണിത് പറയാൻ തോന്നുക? കാരണം ആ വീട്ടുകാർ ഒരു കാറ് വാങ്ങിച്ചതിൽ നമുക്കത് സഹിക്കാൻ കഴിയുന്നില്ല. നമുക്കില്ലല്ലോ എന്നോർക്കുന്നതല്ല, അവർക്കത് ഉണ്ടായല്ലോ എന്നുള്ള ആ ഒരു വിഷമമാണ് നമ്മളതിലൂടെ പ്രകടിപ്പിക്കുക. അപ്പോൾ ഇവിടെ മറ്റൊരുവൻ്റെ സൗഭാഗ്യം സംബന്ധിച്ച് സ്നേഹത്തിൽ പരിഭവത്തിന് സ്ഥാനമില്ല. നമ്മളിൽ യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോടോ ഭർത്താവിനോട് ഭാര്യയോടോ പരിഭവം ഉണ്ടാവില്ല. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് ചിലപ്പോൾ നല്ല ശമ്പളം കാണാം, ഭർത്താവിന് അത്രയും കാണണമെന്നില്ല. ഭാര്യയ്ക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകാം, ഭർത്താവിനുണ്ടാകണമെന്നില്ല. ഇതിൽ ഭർത്താവ് അസൂയപ്പെടുകയോ പരിഭവിക്കുകയോ ചെയ്യേണ്ടതുണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ സന്തോഷിക്കുകയല്ല ചെയ്യേണ്ടത്. എൻ്റെ ഭാര്യ നല്ല അറിവുള്ളവളാണ്, എൻ്റെ ഭാര്യയ്ക്ക് നല്ല ശമ്പളമുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് കുടുംബത്തെ പോറ്റാൻ കഴിയുന്നത് എന്ന് ചിന്തിക്കുന്നതിൽ എന്താ അഭിമാനക്കുറവ്? അവളെൻ്റെ ഭാര്യയല്ലേ. അപ്പോൾ അതിനെയാണ്, അങ്ങനെ ഇല്ലാതെ വരുമ്പോഴാണ് അവിടെ വഴക്കുണ്ടാകുന്നത്. ഇത് പറയുകയില്ല, ഇവളാണ് എന്നേക്കാൾ ശമ്പളം മേടിക്കുന്നത് പറയുകയില്ല, പക്ഷേ അതിലെനിക്കൊരു വിഷമം ഉണ്ടാകും. അതുകൊണ്ട് എന്ത് പറയും? ഇവിടെ ഞാൻ എന്ത് ചെയ്യും? പരമാവധി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. വൈകുന്നേരം വരുമ്പോൾ അവളോട് ചോദിക്കും, നാരെയാടി നീ നോക്കിയത്? നാരുടെ കൂടെ നീ അങ്ങോട്ട് പോയത്? ചോദ്യങ്ങൾക്ക് അവൾ പറയും, ഞാനാരെയും നോക്കി, ഒരുപാട് പേരെ നോക്കി. ഇപ്പോൾ ഓഫീസിൽ ജോലി ചെയ്യുന്നവൾ നോക്കാതിരിക്കുമോ? എത്രയോ പേരെ നോക്കുന്നു. അപ്പോൾ ഇയാൾ ചോദിക്കുന്ന ഉത്തരം പറയാൻ പറ്റുമോ? അപ്പോൾ ഉടനെ ഇവൾ പറയും, ഞാനിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ആരെയും നോക്കിയില്ലല്ലോ. നീ നോക്കിയില്ല അല്ലേ? അല്ല, നോക്കി ഒരുപാട്. അപ്പോൾ നീ നുണയും പറയുകയാണല്ലേ? ചുരുക്കത്തിൽ ഇവിടെ വഴക്കുണ്ടാവുകയാണ്.
യഥാർത്ഥമുള്ള കാരണം എന്താണ്? ഇവളാരെയും നോക്കിയെന്നുള്ളതല്ല, ഇവൾ കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്നുള്ളതാണ്. അപ്പോഴിങ്ങനെ ഈ അസൂയ ഉണ്ടാകുന്നു. അപ്പോൾ ഭർത്താവിന് വിദ്യാഭ്യാസം കൂടുതലുണ്ടെന്ന് കരുതുക, കുറേ കൂടുതലുണ്ട്, ഇവക്കൊന്നുമില്ലെന്ന് കരുതുക, 8ാം ക്ലാസ് തോറ്റയാൾ, ഭർത്താവ് PhD-കാരൻ. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഭാര്യ എപ്പോഴും എനിക്കൊന്നും അറിയത്തില്ല, നിങ്ങൾ വലിയ പഠിപ്പുകാരനല്ലേ, എനിക്കൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ ഇയാൾ ഭാര്യ തിരുത്താൻ ശ്രമിക്കും, വല്ലതൊക്കെ ചെയ്ത് ശരിയായില്ലെങ്കിൽ. അപ്പോൾ പറയും, നിങ്ങൾ വലിയ പഠിപ്പുകാരനല്ലേ, എനിക്ക് ഇത്രയൊക്കെ അറിയത്തുള്ളൂ. ഉടനെ പറയുകയാണ്, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് അതെവിടെ നിന്നാണ് വരുന്നത്? ഈ ഭർത്താവിന് കൂടുതൽ വിദ്യാഭ്യാസമുണ്ട് എന്നുള്ള അത് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അത് നേരെ മറിച്ച് എൻ്റെ ഭർത്താവ് നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്, നല്ല അറിവുള്ള ആളാണ്, എന്നെ ഇത് പറഞ്ഞ് അഭിമാനിക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്. മറ്റൊരുവൻ്റെ സൗഭാഗ്യം സംബന്ധിച്ച് സ്നേഹത്തിൽ പരിഭവത്തിന് സ്ഥാനമില്ലെന്നാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നമാണത്. കുടുംബത്തിൽ ആകെപ്പാടെ വലിയ പ്രശ്നങ്ങളുണ്ടാകും. ധാരാളം കുടുംബങ്ങളിൽ അങ്ങനെ ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ചിത് നമ്മുടെ മലയാളി കുടുംബങ്ങളിലാണ് ഉണ്ടാകുന്നത്. നമുക്കത് വലിയ സങ്കടമാണ് ഇങ്ങനെയൊക്കെ. മറ്റൊരാളുടെ അഭിവൃദ്ധിയിൽ ഉണർത്തപ്പെടുന്ന ദുഃഖത്തിൻ്റെ ഒരു രൂപമാണ് അസൂയ. മറ്റുള്ളവരുടെ സന്തോഷത്തിലല്ല, അവരുടെ ക്ഷേമത്തിൽ മാത്രമാണ് നമുക്ക് താല്പര്യമെന്നത് കാണിക്കുന്നു. അതായത് നമ്മൾ പരിഗണിക്കുന്ന അവർ സന്തോഷിക്കുന്നുണ്ടോ എന്നുള്ളതല്ല, അവന് നന്മയുണ്ടായി, അത് ശരിയാകുകയില്ല. സ്നേഹം നമ്മെ നമ്മുടെ മേൽ ഉയർന്നു നിൽക്കാൻ സഹായിക്കുമ്പോൾ അസൂയ നമ്മിൽ തന്നെ അടച്ചുപൂട്ടിയിടുന്നു. നമ്മൾ യഥാർത്ഥ സ്നേഹമാണുള്ളതെങ്കിൽ നമ്മളിൽ നിന്ന് ഉയരാൻ കഴിയും. ഞാനൊരു ബിഷപ്പാണ്, എൻ്റെ വൈദികർ എന്നെക്കാളും വിദ്യാഭ്യാസമുള്ളവരാകുന്നതിൽ ഞാൻ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. അത്രയും എൻ്റെ രൂപതയിൽ നല്ല പ്രവർത്തനങ്ങൾ നടക്കും. ഒരുപക്ഷെ എനിക്ക് തന്നെ നല്ല ഉപദേശം തരാൻ കഴിയും അവർക്ക്, അതിൽ ഞാൻ സന്തോഷിക്കണ്ടേ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ എന്നിൽ നിന്ന് തന്നെ ഉയരുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് എന്നെക്കാളും എല്ലാവരും താഴെ കിടക്കണം എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എന്നിൽ തന്നെ ഞാൻ എന്നെ പൂട്ടിയിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഭാര്യയും ഭർത്താവും മക്കളും മാതാപിതാക്കളും ഒക്കെ പരസ്പരം പൂട്ടിയിടുന്ന സന്ദർഭങ്ങളുണ്ട്. അതൊഴിവാക്കണമെന്നാണ് പറയുന്നത്. അവിടെ സ്നേഹമില്ല. യഥാർത്ഥ സ്നേഹം മറ്റൊരു വ്യക്തിയുടെ നേട്ടങ്ങളെ വിലമതിക്കുന്നു. അത് അവനെയോ അല്ലെങ്കിൽ അവളെയോ ഒരു ഭീഷണിയായി കരുതുന്നില്ല. അസൂയയുടെ അരുചിയിൽ നിന്ന് അത് നമ്മെ സ്വതന്ത്രരാക്കുന്നു. ഓരോ വ്യക്തിക്കും ജീവിതത്തിൽ വ്യത്യസ്ത ദാനങ്ങളുണ്ടെന്നും അനന്യമായ പാതയുണ്ടെന്നും അത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അത് സന്തോഷത്തിലേക്കുള്ള സ്വന്തം വഴി കണ്ടെത്താൻ ശ്രമിക്കുന്നു. മറ്റുള്ളവരെ അവരുടെ വഴി കണ്ടെത്താൻ അനുവദിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ഈ സ്നേഹമുണ്ടെങ്കിൽ, ശരിയായ സ്നേഹമുണ്ടെങ്കിൽ ഇതാണ് സംഭവിക്കുന്നത്. മറ്റുള്ളവർ എനിക്കൊരു ഭീഷണിയല്ല, അവർ യാതൊരു തരത്തിലും എന്നെ ഭീഷണിപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ എന്നെ അത് പേടിപ്പിക്കുന്നില്ല. അസൂയയുടെ അരുചിയിൽ നിന്ന് അത് സ്വതന്ത്രരാകും. എനിക്കങ്ങനെയൊന്നുമില്ല, അവർക്ക് നന്മയുണ്ടാകും, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നെപ്പോലെ എന്നെ കൂടുതലായിട്ടോ അവർ നല്ലവരായിട്ട് വളർന്നു വരട്ടെ. ഓരോ വ്യക്തിക്കും ജീവിതത്തിൽ വ്യത്യസ്ത ദാനങ്ങളുണ്ട്, അനന്യമായ പാതയുണ്ട്. എനിക്ക് പാട്ട് പാടാൻ വലിയ കഴിവില്ല. അതേസമയത്ത് നല്ല പാട്ട് പാടുന്നവരെ കാണുമ്പോൾ ഞാനെന്തിനാ അസൂയപ്പെടുന്നത്? എല്ലാ കഴിവുകളും എല്ലാവർക്കും ദൈവം കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് ദൈവം മറ്റു ചില കഴിവുകൾ തന്നിട്ടുണ്ട്, അത് മറ്റുള്ളവർക്കില്ല. മറ്റുള്ളവർക്കുള്ള ഈ കഴിവ് എനിക്കില്ല. അതങ്ങനെയാണല്ലോ ലോകത്തിൽ. സമൂഹജീവിയായ മനുഷ്യന് എല്ലാവർക്കും എല്ലാം ദൈവം കൊടുത്തിട്ടില്ല. ചിലർക്ക് ചിലത് കൊടുത്തിരിക്കുന്നു. അങ്ങനെ പരസ്പരം സഹവർത്തിത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചിന്ത കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ യഥാർത്ഥ സ്നേഹമുണ്ടാകും. അപ്പോൾ അത് സന്തോഷത്തിലേക്കുള്ള സ്വന്തം വഴി കണ്ടെത്താൻ ശ്രമിക്കുന്നു. മനസ്സിലാക്കുന്ന അനന്യമായ പാത ഓരോരുത്തർക്കുമുണ്ട്. മറ്റുള്ളവരുടെ വഴി കണ്ടെത്താൻ അനുവദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ പരസ്പരം മാനിക്കുന്ന ഒരവസ്ഥാവിശേഷം, സഹായിക്കുന്ന ഒരവസ്ഥാവിശേഷം, കോപിക്കാത്ത ഒരവസ്ഥാവിശേഷം, ഇപ്രകാരമുള്ളൊരു സ്നേഹത്തിൻ്റെ ജീവിതമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ പിതാവ് വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരാനായിട്ട് പരിശ്രമിക്കുക. അത് ഓരോ ദിവസവും നമ്മൾ തന്നെ പരിശ്രമിച്ചാലേ നടക്കുകയുള്ളൂ. വേറെ ആർക്കും നമ്മുടെ മേലത് കെട്ടിയേൽപ്പിക്കാൻ കഴിയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങൾ അങ്ങനെ പരസ്പരം മാനിക്കുന്നവരും സഹായിക്കുന്നവരും നന്മ ചെയ്യുന്നവരും അസൂയപ്പെടാത്തവരൊക്കെയായി മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാ തരത്തിലുള്ള സ്പർദ്ധകളിൽ നിന്നും അസൂയയിൽ നിന്നും വിമുക്തമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം അങ്ങ് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഉറപ്പിക്കണമേ. കർത്താവെ, വ്യക്തികളുടെ കഴിവുകളിലും വിദ്യാഭ്യാസ യോഗ്യതകളിലുമെല്ലാമുള്ള വ്യത്യാസങ്ങൾ പരസ്പരം അംഗീകരിച്ചുകൊണ്ട് അതിലൂടെയാണ് യഥാർത്ഥത്തിലുള്ള കുലീനത ഞങ്ങൾ കൈവരിക്കുന്നത് എന്ന ചിന്തയോടുകൂടി ഞങ്ങളുടെ കുടുംബജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കുന്നു. പ്രത്യേകമായിട്ട് എന്നെ കേൾക്കുന്ന എല്ലാ മക്കളെയും നിൻ്റെ കാരുണ്യ സ്പർശം കൊണ്ട് അനുഗ്രഹിച്ച് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരിലുള്ള എല്ലാ പ്രതിസന്ധികളെയും നീക്കിക്കളയണമേ. അവരുടെ എല്ലാ അസൂയയുടെ അടിസ്ഥാനത്തിലുള്ള ചിന്തകളെയും നീക്കിക്കളഞ്ഞ് പരസ്പര സന്തോഷത്തിലും സഹവർത്തിലും ജീവിക്കുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ.